കേരളത്തിൽ സംരംഭങ്ങൾ ആരംഭിക്കാൻ ആളുകൾക്ക് ഭയമാണ്. സംരംഭങ്ങൾ തുടങ്ങാനുള്ള ഒരു അനുകൂല സാഹചര്യവും കേരളത്തിലില്ല എന്ന് വിശ്വസിക്കുന്ന നിരവധി ആളുകളുണ്ട്. എന്നാൽ ഇന്ത്യ മുഴുവൻ അറിയുന്ന ലോകത്തിൻ്റെ വിപണിയിലേക്ക് എത്തിയ നിരവധി സ്ഥാപനങ്ങൾ കേരളത്തിൽ ആരംഭം കുറിച്ചിട്ടുണ്ട്, വിജയം കണ്ടിട്ടുണ്ട്. ബാല്യകാലം മുതൽ തന്നെ ഒരു സംരംഭകനാകണം എന്ന് സ്വപ്നം കാണുകയും ഒരു ബിസിനസ്സുകാരനാവണം എന്നാഗ്രഹിക്കുകയും അതിനുവേണ്ടി യാതന നിറഞ്ഞ വഴികളിലൂടെ സഞ്ചരിച്ച് അവിടെ എത്തിച്ചേരുകയും ഇന്ന് മലയാളി അറിയുന്ന അല്ലെങ്കിൽ ഇന്ത്യക്കാരറിയുന്ന അതല്ലെങ്കിൽ ഗൾഫ് നാടുകളിൽ പ്രചാരം നേടിയ ഒരു വലിയ ബ്രാൻഡിൻ്റെ സ്ഥാപകനായി മാറുകയും ചെയ്ത ഒരു വ്യക്തിയാണ് ഇന്ന് പരിചയപ്പെടുന്നത്. ശ്രീ മാത്യു ജോസഫ്. നമുക്ക് സുപരിചിതമായ ഫ്രഷ് ടു ഹോം എന്ന ഒരു ബ്രാൻഡ്, അതിനാരംഭം കുറിച്ച ഒരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഒരു നെറ്റ്വർക്ക്, അതിൻ്റെ ശില്പി. ശ്രീ മാത്യു ജോസഫിൻ്റെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളുടെ, അതിനെ അതിജീവിച്ചതിൻ്റെ ഒക്കെ കഥകൾ നമുക്കിന്ന് നേരിട്ട് കേൾക്കാം. സ്വാഗതം. നമസ്കാരം. ഈ കുടുംബത്തിന് ബിസിനസ്സിൻ്റെ എന്തെങ്കിലും പാരമ്പര്യം ഉണ്ടായിരുന്നു? എങ്ങനെയാണ് ഈ ബിസിനസ്സുകാരനാവണമെന്നുള്ള ആഗ്രഹം മനസ്സിലുണ്ടായത്? എൻ്റെ കുടുംബത്തിന് ബിസിനസ്സുമായി യാതൊരു ബന്ധമില്ലാത്ത കുടുംബമാണ്. ബിസിനസ്സുകാരനെന്ന മോഹമുണ്ടായത് വേണമെങ്കിൽ ഒരു അസൂയയിൽ നിന്നോ കുശുമ്പിൽ നിന്നൊക്കെയാണെന്ന് പറയാം. ഞാനും എൻ്റെ സഹോദരൻ, ഞങ്ങൾ 4 മക്കളാണ്. ഞങ്ങൾ 4 പേരും ഞങ്ങളുടെ നാട്ടിലൊരു ഗവൺമെൻറ് LP സ്കൂളിലാണ് പഠിക്കാൻ പോയത്. അങ്ങനെ ഞങ്ങൾ ആ ഗവൺമെൻറ് LP സ്കൂളിലേക്ക് പോകുമ്പോൾ ഞങ്ങളുടെ ഒരു പൂഴി റോഡുണ്ട്. ആ റോട്ടിലൂടെ ഞങ്ങൾ നടക്കുമ്പോൾ എപ്പോഴും ഒരു കറുത്ത അംബാസഡർ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടും. അപ്പോൾ ഈ അംബാസഡർ അങ്ങോട്ടും പോകുമ്പോൾ ഈ വഴിയിൽ നിൽക്കുന്ന ഞങ്ങളുടെ നാട്ടുകാരെല്ലാം വളരെ ബഹുമാനത്തോടെ അതിൻ്റെ കൈതൊഴുത് കാണിക്കും, അല്ല കൈപൊക്കി കാണിക്കും. ഇടയ്ക്കിടയ്ക്ക് അദ്ദേഹം ഒന്ന് പ്രത്യഭിവാദ്യം ചെയ്യും. അപ്പോൾ ഞാൻ എൻ്റെ ചാച്ചനോട് ചോദിച്ചു, ചാച്ച ഇത് ആരാന്ന് ചോദിച്ചു. ചാച്ച മോനെ അത് നമ്മുടെ നാട്ടിലെ ബിസിനസ്സുകാരനാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഇന്ന് ഓർക്കുന്നുണ്ട്, ഞങ്ങളുടെ നാട്ടിലന്ന് തഹസിൽദാരന്മാരുണ്ട്, വില്ലേജ് ഓഫീസർമാരുണ്ട്, കോളേജ് അധ്യാപകരുണ്ട്, ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാരുണ്ട്. ഇവർക്ക് ആർക്കും കിട്ടാത്ത ബഹുമാനവും സ്നേഹവും ഇദ്ദേഹത്തിന് മാത്രമേ കാറുള്ളൂ. അപ്പോൾ ഞാൻ അന്ന് ആ കൊച്ചുനാളിൽ മനസ്സിൽ ആഗ്രഹിച്ച കാര്യമാണ്, ഞാനും വലുതാകുമ്പോൾ ഒരു ബിസിനസ്സുകാരനാകും, ഞാനും ഒരു അംബാസഡറുകാരനെ മേടിക്കും എന്നൊരാഗ്രഹം ആ കൊച്ചിലെ മനസ്സിലേ ഉണ്ടായി. എന്താണ് ബിസിനസ്സെന്നോ എന്താണ് ബിസിനസ്സുകാരനെന്നോ അറിയില്ലാത്ത ചെറിയ പ്രായത്തിൽ തന്നെ അങ്ങനെ ഒരു മോഹം മനസ്സിലുണ്ടായതാണ്. അവിടുന്നാണ് എൻ്റെ ഒരു ബിസിനസ്സുകാരനാകണമെന്ന മോഹം ഉണ്ടായതെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. സാധാരണ ഇങ്ങനെ നാട്ടിലൊരു പ്രമാണി ഒരു ബിസിനസ്സുകാരൻ കാറിൽ പോകുന്ന കണ്ടു കഴിഞ്ഞാൽ എനിക്കും ഒരു ബിസിനസ്സുകാരനാവണമെന്നല്ല പൊതുവേ മലയാളിയുടെ മനസ്സിൽ പോവുക, ഇവനെ എങ്ങനെ ബിസിനസ്സുകാരനല്ലാതാക്കണം. പക്ഷെ വ്യത്യസ്തമായി ചിന്തിച്ചു എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് അവിടുന്ന് ജീവിതത്തിൻ്റെ പുതിയ വഴികളിലേക്ക് തിരിയാനുള്ള കാരണമെന്ന് എനിക്ക് തോന്നുന്നു, അല്ലേ? ഉറപ്പായിട്ടും. ഈ ബിസിനസ്സിലേക്ക് എന്നാണ് കടന്നത്, അല്ലെങ്കിൽ ബിസിനസ്സിലേക്ക് കടക്കാനുള്ള സാഹചര്യം ഉണ്ടായത് എങ്ങനെ? അതായത് പഠനമൊക്കെ കഴിഞ്ഞ് അല്ലെങ്കിൽ മറ്റൊരു തൊഴിലിലേക്ക് ഒക്കെ പോകണമെന്നൊക്കെ തോന്നലുണ്ടായില്ലേ? എൻ്റെ ഒരു കുടുംബ സാഹചര്യം ഞാൻ പറഞ്ഞില്ല. അപ്പോൾ എനിക്ക് നേരെ ഒരു വിദ്യാഭ്യാസം കഴിഞ്ഞാൽ ബിസിനസ്സിൽ കടക്കാനുള്ള യാതൊരു മൂലധനവും ഇല്ലാത്തൊരു കുടുംബമാണ്. ഇതെവിടെയായിരുന്നു കുടുംബം? ഞാൻ ചേർത്തല താലൂക്കിലെ പള്ളിപ്പുറം എന്ന പറയുന്ന ഒരു കൊച്ചു ഗ്രാമമുണ്ട്. ആ ഗ്രാമത്തിലാണ് എൻ്റെ വീട്. എൻ്റെ ഗ്രാമത്തിൻ്റെ ഒരു ഭാഗം കേമ്പനാട്ട് കായലും മറുഭാഗം കൈതപ്പുഴ കായലുമാണ്. ആ കൈതപ്പുഴ കായലിൻ്റെ തീരത്താണ് എൻ്റെ വീട്. അതാണ് എൻ്റെ ആ ഗ്രാമത്തിലെ സാധാരണക്കാരെ ഒരു വീട്ടിലാണ് ഞാൻ ജനിച്ചു വളർന്നത്. അപ്പോൾ എനിക്ക് ബിസിനസ്സുകാരനാകണമെങ്കിൽ എന്തെങ്കിലും കുറച്ച് മൂലധനം വേണമല്ലോ. അപ്പോൾ ആദ്യം എവിടെയെങ്കിലും ജോലിക്ക് കയറാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ ഞാൻ അരൂരുള്ള ഒരു സീ ഫുഡ് എക്സ്പോർട്ടിംഗ് കമ്പനിയിലാണ് ജോലിക്ക് കയറുന്നത്. അത് മീൻ കച്ചവടവും എൻ്റെ ജീവിതവുമായി വളരെ അഭേദ്യമായി ബന്ധപ്പെട്ട ഒരാളാണ്. കാരണം ഞാൻ ജീവിക്കുന്ന എൻ്റെ വീടിൻ്റെ ഒരു ഭാഗം മുഴുവൻ ഞങ്ങളുടെ കൈതപ്പുഴ കായലിൽ മീൻ പിടിക്കാൻ പോവുകയും രാവിലെ ആകുമ്പോൾ അവർ വന്നിട്ട് അവിടെ ഉള്ള ചേച്ചിമാർക്ക് കൊടുത്തു അവർ കൊട്ടയിലും ചരുവത്തിലും ഒക്കെ ചുമന്ന് ഞങ്ങളുടെ നാട്ടിലും വൈക്കത്തും തുടങ്ങിയ സ്ഥലങ്ങളിൽ കൊണ്ടുപോയി വിൽക്കുകയും ചെയ്യുന്ന ചേച്ചിമാർ അടങ്ങുന്ന ഒരു നാടാണ് എൻ്റെ വീടിൻ്റെ ഒരു ഭാഗം. അതുകൊണ്ട് തന്നെ ഞാൻ കുഞ്ഞുനാൾ മുതൽ മീൻ കച്ചവടവും മീൻ പിടിക്കാൻ പോകുന്നവരുമായി വളരെ അഭേദ്യമായി ബന്ധപ്പെട്ടിരുന്നു. അതുകൊണ്ട് തന്നെ മീനാണ് എനിക്കറിയാവുന്ന കച്ചവടം എന്നെൻ്റെ മനസ്സിൽ അങ്ങനെ ആയിപ്പോയി. ഇത് ശരിയായോ തെറ്റാണോ എന്ന് എനിക്കറിയില്ല. അങ്ങനെയാണ് ഞാൻ ഈ സീ ഫുഡ് എക്സ്പോർട്ടിംഗ് കമ്പനി ജോലിക്ക് കിട്ടിയപ്പോൾ എനിക്ക് അതിലും വളരെ സന്തോഷമായി. അങ്ങനെ ഞാനവിടെ അക്കൗണ്ടൻ്റായിട്ടാണ് അവിടെ ചെല്ലുന്നത്. അപ്പോൾ സാധാരണഗതിയിൽ 5 മണിയാകുമ്പോൾ ഓഫീസിൽ നിന്ന് നമുക്ക് അക്കൗണ്ടൻ്റ് അല്ലേ, ഓഫീസിൽ എല്ലാവരും പോകും. പക്ഷേ ഞാൻ 5 മണി കഴിയുമ്പോൾ ഓഫീസിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരെ കമ്പനിയുടെ പ്രോസസ്സിംഗ് ഹാളിൽ കയറും. അവിടെ ഒരു ദിവസം 1000 മീൻ, ചെമ്മീൻ, സ്കുഡ്, കട്ട്ല ഫിഷ് തുടങ്ങിയ സാധനങ്ങളൊക്കെ വന്നിങ്ങനെ മറിയുവാണ്. അപ്പോൾ അതിനകടയിൽ കൂടിയൊക്കെ നടന്ന് കുറച്ച് മണമൊക്കെ പിടിച്ച്, കമ്പനിയുടെ തൊട്ടടുത്ത് റൂമുണ്ട്, ഇച്ചിരി മണമൊക്കെ പിടിച്ച് വെളുപ്പിന് 1 മണി 2 മണിയാകുമ്പോൾ ഞാൻ റൂമിൽ പോകും. അങ്ങനെ എൻ്റെ പതിവ് ശൈലി അങ്ങനെയായിരുന്നു. അപ്പോൾ 2 വർഷം കഴിഞ്ഞപ്പോൾ എൻ്റെ MD പറഞ്ഞേ, മാത്യു ഞങ്ങൾക്ക് കണക്കെഴുതാൻ ഇഷ്ടംപോലെ ആൾക്കാരെ കിട്ടും, ഈ മീനിനെ ഇതുപോലെ സ്നേഹിക്കുന്ന ആളെ കിട്ടാൻ വലിയ പാടാണ്, അതുകൊണ്ട് മാത്യുവിനെ ഞാൻ അസിസ്റ്റൻറ്റ് മാനേജർ പർച്ചേസ് ആക്കുമെന്ന് പറഞ്ഞു. ശരിക്കും പറഞ്ഞാൽ അവിടുന്നാണ് പിന്നെ എൻ്റെ ഒരു വേറൊരു ജീവിതം ആരംഭിക്കുന്നതെന്ന് വേണമെങ്കിൽ പറയാം. ഒരു ടേണിംഗ് പോയിന്റ്. അതെ. അപ്പോൾ എൻ്റെ താല്പര്യത്തെ മനസ്സിലാക്കാൻ എൻ്റെ MDക്കായി എന്നത്
വളരെ വലിയ കാര്യം അല്ലേ. ഇപ്പോൾ എൻ്റെ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ആൾക്കാർ വരുമ്പോൾ ഞാനും ശ്രദ്ധിക്കാറുണ്ട്, ഒരുപക്ഷെ ഞാൻ വെച്ച പോസ്റ്റ് ആയിരിക്കില്ല അവന് യോജിച്ചത്. അങ്ങനെയുള്ള ചില സന്ദർഭങ്ങൾ ഞാൻ എന്നെ തന്നെ ഓർക്കും. അപ്പോൾ അവന് പറ്റിയത് ഏതാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റുമെങ്കിൽ തീർച്ചയായും ഞാൻ അദ്ദേഹത്തെ എടുത്ത് ആ പോസ്റ്റിലേക്ക് മാറ്റും. അവനും സന്തോഷമാവും, അവൻ്റെ ഔട്ട്പുട്ട് മുമ്പ് കിട്ടിയിരുന്നാൽ കൂടുതൽ കമ്പനി കിട്ടുകയും ചെയ്യും. തീർച്ചയായിട്ടും. ശരിക്കും ഈ പർച്ചേസിലേക്ക് വന്നതോടുകൂടി ആയിരിക്കണം ഇതിൻ്റെ സാധ്യതകൾ, ഇത് എവിടെ കിട്ടും, ഇന്ത്യയിൽ എവിടെയൊക്കെ ഇത് ലഭ്യമാകും, അല്ലെങ്കിൽ ഏത് സീസണിൽ കിട്ടും, അതിന് എന്തുണ്ട് വില, ഇങ്ങനെയുള്ള എല്ലാ കാര്യത്തെക്കുറിച്ച് അറിയാനുള്ള ഒരു ഓപ്പണിംഗ് ആണല്ലോ ഈ പർച്ചേസ്. ഉറപ്പായിട്ടും ആ ഓപ്പണിങ്ങും ആ യാത്രകളും. പിന്നീട് എൻ്റെ മുഴുവൻ ജീവിതം എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ കൽക്കട്ട മുതൽ അങ്ങ് ഗുജറാത്ത് വരെയുള്ള കടൽ തീരങ്ങൾ നടക്കുകയായിരുന്നു എൻ്റെ ജോലി. ആ യാത്രകൾ എനിക്ക് തന്ന ഒരു പരിചയവും ആ യാത്രകൾ എനിക്ക് തന്ന ചില സൗഹൃദങ്ങളുണ്ട്. ശരിക്കും പറഞ്ഞാൽ എൻ്റെ ബിസിനസ്സിൻ്റെ അടിത്തറ അല്ലെ മൂലധനം എന്ന് പറയുന്നത് ഇപ്പോഴും ഇവിടെ ഇരുന്ന് വളരെ അഭിമാനത്തോടെ പറയാം. നിങ്ങൾ കൽക്കട്ട മുതൽ ഗുജറാത്ത് വരെയുള്ള അറിയതോ അറിയപ്പെടാത്തതോ ഏത് കടപ്പുറത്താണ് പൊക്കോ, അവിടെ ചെന്നാൽ മാത്യു അല്ലെ മാത്യു സാർ എന്ന് വിളിക്കുന്ന ഒരാളവിടെ ഉണ്ട് എന്നതാണ് എൻ്റെ ഏറ്റവും വലിയ ബലം. അതാണ് ഇപ്പോഴും എൻ്റെ ധൈര്യം. ഈ പല സീസണിലും പല മേഖലകളിലും ഓഫ് സീസൺ ആവാം, അവിടെ ലഭ്യമാകുന്ന മീനുകൾ വ്യത്യസ്തമാകാം. ഇതെല്ലാം അറിഞ്ഞിരിക്കുക എന്നുള്ളതല്ലേ ഈ പർച്ചേസിലെ ഒരു പ്രധാന കഴിവെന്ന് പറയുന്നത്. തീർച്ചയായും ചില മേഖലകളിൽ നമുക്ക് കിട്ടുന്ന ചില ചരക്കുകളുണ്ട്, അത് വേറെ എങ്ങൊന്നും കിട്ടില്ല. ഇപ്പോൾ ഫ്രഷ് ടു ഹോമിൻ്റെ സൈറ്റിൽ കയറിയാൽ നിങ്ങൾക്കറിയാം, ഞങ്ങളുടെ സൈറ്റിലുള്ള അത്രയും വിവിധങ്ങളായ ഫിഷുകളുള്ള ഒരു സൈറ്റോ ഒരു മാർക്കറ്റ് പോലും ഇന്ത്യയിൽ ഉണ്ടാകില്ല. അത് ഈ പറഞ്ഞ എക്സ്പീരിയൻസിൽ നിന്നാണ്. ഞങ്ങൾ ഇന്ത്യയിൽ മൊത്തം ഇപ്പോൾ 41 കളക്ഷൻ സെൻറ്ററുകളായിട്ട് തിരിച്ചിരിക്കുകയാണ്. ആ 41 കളക്ഷൻ സെൻറ്ററുകൾ ഉണ്ടാക്കാൻ എന്നെ പ്രാപ്തനാക്കിയത് ഈ പരിചയങ്ങളാണ്. നിനക്ക് ഇന്നടുത്തിട്ടാൽ ഇന്ന സാധനം അവിടെ നിന്ന് കിട്ടും, ഇന്നടുത്തിട്ടാൽ ഇന്നടുത്ത് കിട്ടും, ഇന്ന സാധനം ഇന്നടുത്ത് കിട്ടിയല്ല ഒരു നമ്മൾ ഇത്രയും നാളത്തെ ഒരു പരിചയത്തിൽ നിന്ന് കിട്ടിയിട്ടില്ല, അതിൽ നിന്ന് കിട്ടിയതാണ് അതെല്ലാം. ഈ പർച്ചേസിൻ്റെ ചുമതലയായിട്ട് എത്ര കാലം ഉണ്ടായിരുന്നു ആ കമ്പനിയിൽ? ആ കമ്പനി ഞാൻ 11 വർഷം ജോലി ചെയ്തു. ഞാൻ ചെല്ലുമ്പോൾ ഒരു ചെറിയ പാർട്ണർഷിപ്പ് കമ്പനിയായിരുന്നു. ഞാൻ ഇറങ്ങുമ്പോൾ അതൊരു പബ്ലിക് ലിമിറ്റഡ് കമ്പനിയായി, ഷെയറൊക്കെ ഇഷ്യൂ ചെയ്ത വലിയ കമ്പനിയായിട്ടാണ്. അവിടെ ഞാൻ മാനേജർ ഓപ്പറേഷൻസ് എന്ന പദവിയിൽ നിന്നാണ് അവിടെ ഇറങ്ങുന്നത്. ഇത് ഇറങ്ങുന്നത് സ്വന്തമായ സ്ഥാപനം ആരംഭിക്കാനുള്ള ലക്ഷ്യത്തോടെ ആയിരുന്നു? ഉറപ്പായിട്ടും. അതായത് ഈ ബിസിനസ്സുകാരനാകണമെങ്കിൽ മൂലധനത്തിന് വേണ്ടിയാണ് അവിടെ ജോലി ചെയ്തത്. പക്ഷേ അവിടുത്തെ ജോലിയിൽ എനിക്കുണ്ടായിരുന്ന കംഫർട്ട് സോൺ ആയിരുന്നത്. അതുകൊണ്ടാണ് അത്രയും വർഷം നീണ്ടുപോയത്. പക്ഷേ എന്നാലും മനസ്സിൽ ചിലതിങ്ങനെ മൂത്ത് വന്നാൽ പിന്നെ നമുക്ക് കിടന്ന ഉറക്കം വരികയല്ല. അങ്ങനെ ഞാൻ MD പറഞ്ഞു, സാറേ ഞാൻ ഇറങ്ങുവാണ്, എനിക്ക് എന്തെങ്കിലും സ്വന്തമായിട്ട് തുടങ്ങിയേ പറ്റുള്ളൂ. അതുകൊണ്ട് ഇറങ്ങി. അങ്ങനെയാണ് ഞാൻ ബിസിനസ്സിലേക്ക് ഇറങ്ങാനുണ്ടായ സാഹചര്യം. ഇത്തരത്തിലുള്ള ബിസിനസ്സിലെ ഏറ്റവും സുപ്രധാനമായ മേഖല പലർക്കും അറിയില്ല. എവിടെ കുറഞ്ഞ വിലയ്ക്ക് നല്ല ഗുണനിലവാരമുള്ള മെറ്റീരിയൽ കിട്ടും, നമ്മുടെ പ്രോഡക്റ്റ് ലഭ്യമാകും, സോഴ്സ് ചെയ്യാൻ പറ്റും എന്നുള്ള അറിവാണ് ഈ ഇൻഡസ്ട്രിയുടെ നട്ടല്. ഞാൻ കേട്ടിട്ടുണ്ട് MA യൂസഫ് അലി, അദ്ദേഹത്തിൻ്റെ ശക്തിയും കരുത്തും ലുലുവിൻ്റെ മാളിൽ അല്ല അവരുടെ ഹൈപ്പർ മാർക്കറ്റിൽ വിൽക്കുന്ന സർവ്വ പ്രോഡക്റ്റും ഏറ്റവും മികച്ചത് ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് ലോകത്തെവിടെ കിട്ടും എന്നുള്ള അറിവും അത് സോഴ്സ് ചെയ്യാനുള്ള മാനേജർമാരുടെ ഒരു നെറ്റ്വർക്കാണെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. എന്ന് പറഞ്ഞതുപോലെ തന്നെ ഏത് കമ്പനിയുടെയും അതിൻ്റെ പരസ്യമല്ല, അതിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റി അല്ല, സ്റ്റാഫിൻ്റെ സ്ട്രെങ്ത് അല്ല, ഈ ഗംഭീരമായ ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റ്, ഫ്രഷായ പ്രോഡക്റ്റ് കുറഞ്ഞ വിലയ്ക്ക് എവിടെ കിട്ടും എന്നുള്ള അറിവാണ്. ഈ അറിവ് നേടിയെടുക്കാൻ എത്ര കാലമെടുത്തു, അല്ലെങ്കിൽ എത്ര നാളത്തെ അധ്വാനം വേണ്ടി വന്നു? ഞാൻ ഏറ്റവും ചുരുങ്ങിയത് ഒരു 10 വർഷമെങ്കിലും അതിനുവേണ്ടി അലഞ്ഞിട്ടുണ്ട്. ഇപ്പം ഞങ്ങളുടെ ഫ്രഷ് ടു ഹോമിൻ്റെ ഞങ്ങളുടെ ഇൻവെസ്റ്റേഴ്സൊക്കെ വരുമ്പോഴേ അവർ കാണുന്ന ഏറ്റവും ഞങ്ങളുടെ പ്ലസ് പോയിൻ്റ് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ പ്രൊക്യൂർമെൻറ്റാണ്. അവർ തന്നെ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ പ്രൊക്യൂർമെൻറ്റിൻ്റെ അത്രയും വിപുലമായ അല്ലെങ്കിൽ അത്രയും കേപ്പബിളായ ഒരു പ്രൊക്യൂർമെൻറ്റ് വേറെ അവർ ഇഷ്ടംപോലെ കമ്പനികളിൽ പല മേഖലകളിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളവരാണ്. അവർ കണ്ടെത്താൻ പറ്റിയിട്ടില്ലെന്ന് അവർ തന്നെ സമ്മതിച്ചിട്ടുണ്ട്. ആ പ്രൊക്യൂർമെൻറ്റ് നമുക്ക് തന്നൊരു പവറുണ്ട്. ഇപ്പോൾ പറഞ്ഞില്ലേ, ഇപ്പോൾ ഫ്രഷ് ടു ഹോം എന്നല്ല, ഏതൊരു ബിസിനസ്സിൻ്റെയും അതായത് ഒരു പ്രൊഡക്ഷൻ നടത്തുന്ന ബിസിനസ്സിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് വില നമുക്ക് കൂട്ടി വിൽക്കാം, പക്ഷേ അതിനൊരു പരിധിയുണ്ടല്ലേ, അല്ലെങ്കിൽ നമ്മുടെ കസ്റ്റമർ വിട്ടുപോകും. അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ നമുക്ക് ചെയ്യാവുന്നതും കിട്ടാവുന്നതും നമ്മുടെ കഴിവ് പ്രകടിപ്പിക്കുന്നത് നമ്മുടെ പ്രൊക്യൂർമെൻറ്റിലാണ്. ഇന്നയാൾക്ക് 10 രൂപയ്ക്ക് കിട്ടുമ്പോൾ എനിക്ക് ആ സാധനം അതേ സാധനം 8 രൂപയ്ക്ക് വാങ്ങാൻ പറ്റുന്നെങ്കിൽ അവിടെയാണ് എൻ്റെ വിജയം. അവനും അത് 20 രൂപയ്ക്കും വിൽക്കുന്നത്, ഞാനും 20 രൂപയ്ക്ക് തന്നെ ആയിരിക്കും വിൽക്കുന്നത്. ഞാനത് 22 രൂപയാക്കി വിറ്റാൽ എനിക്ക് കിട്ടുന്ന കസ്റ്റമേഴ്സിൻ്റെ എണ്ണത്തിലൊരു കുറവുണ്ടാവും. പക്ഷേ ഞാൻ 20 രൂപയ്ക്ക് തന്നെ വിൽക്കുകയും എനിക്കിവിടെ 8 രൂപയ്ക്ക് കിട്ടുകയും ചെയ്താൽ ഉണ്ടാകുന്ന ഡിഫറൻസാണ് ശരിക്കും പറഞ്ഞാൽ എൻ്റെ കമ്പനിയുടെ നേട്ടം എന്ന് പറയും. ഇപ്പോൾ ഫ്രഷ് ടു ഹോം പോലെ ആ ആപ്ലിക്കേഷൻ കണ്ടിട്ട് വേറൊരാൾക്ക് വേണമെങ്കിൽ അതുപോലെ ഒരെണ്ണം ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. പക്ഷേ ഈ പറഞ്ഞ കാര്യത്തിലായിരിക്കും കോമ്പീറ്റ് ചെയ്യേണ്ടി വരിക. ഈ സോഴ്സിങ് അല്ലെങ്കിൽ ഈ പ്രൊക്യൂർമെൻറ്റ് എന്ന് പറയുന്നതിലെ വൈദഗ്ധ്യത്തെ പെട്ടെന്നൊന്നും മറികടക്കാൻ ഒരു കോമ്പറ്റീറ്റർക്ക് ചിലപ്പോൾ സാധിച്ചെന്ന് വരില്ല. അതൊരു MBA പഠിച്ചതുകൊണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഡിഗ്രി എടുത്തുകൊണ്ടോ ഒന്നും കിട്ടുന്നൊരു സാധനമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നേക്കാൾ പരിചയമുള്ള ആൾക്കാരുണ്ടാവും, അല്ലെങ്കിൽ ഇനി വരാം. പക്ഷേ അതൊരു എക്സ്പീരിയൻസിൽ നിന്നും യാത്രകളിൽ നിന്നും നമ്മൾ ആൾക്കാരെ കാണുന്നതിൽ നിന്നുമാണ് നമുക്കത് കിട്ടുന്നത്. അപ്പോൾ സ്വന്തമായൊരു സംരംഭം ആരംഭിക്കാൻ ഇറങ്ങുമ്പോൾ എന്തായിരുന്നു മനസ്സിലെ സ്വപ്നം? ഏത് തരം കമ്പനി തുടങ്ങണം, ഏത് തരം സ്ഥാപനം തുടങ്ങണമെന്നായിരുന്നു? എൻ്റെ മനസ്സിലൊരു എക്സ്പോർട്ടർ ആകണമെന്നുള്ളതായിരുന്നു.
അതായിരുന്നു എൻ്റെ മനസ്സിലെ പ്ലാൻ. കാരണം അന്ന് ഉണ്ടായിരുന്നൊരു സാഹചര്യത്തിൽ എക്സ്പോർട്ടറാണ് ഏറ്റവും വലിയ മീൻ കച്ചവടത്തിലെ ഏറ്റവും വലിയ ആൾ. അങ്ങനെ എക്സ്പോർട്ട് തുടങ്ങാൻ വേണമെങ്കിൽ അന്നത്തെ എക്സ്പോർട്ട്, അപ്പോൾ ഞാൻ ആദ്യം അതിന് തുടങ്ങുന്നതിന് വേണ്ടി എൻ്റെ അന്ന് 15,000 രൂപയാണ് ഉണ്ടായിരുന്നത്. ഞാൻ ഇറങ്ങുമ്പോൾ ഒരു ചിട്ടിയൊക്കെ ചേർന്ന് കിട്ടിയ മിച്ചം പൈസ 15,000 രൂപ ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങളുടെ നാട്ടിൽ ഈ അരൂർ മേഖലയിൽ 100ഓളം എക്സ്പോർട്ടിങ് കമ്പനികളുണ്ട്, ഫാക്ടറികളുണ്ട്, 200ഓളം എക്സ്പോർട്ടേഴ്സ് ഉണ്ട് അവിടെ. അപ്പോൾ ഇവർക്കെല്ലാം റോ മെറ്റീരിയൽ കൊടുക്കാനാണ് എൻ്റെ മനസ്സിൽ ആദ്യത്തെ ചുവടുവയ്പ്പ്, അതിനേക്ക് തുടങ്ങണമെന്നാണ്. ഈ റോ മെറ്റീരിയൽ എവിടെ നിന്ന്? ഓൾ ഇന്ത്യയിൽ നിന്ന്? ഓൾ ഇന്ത്യയിൽ എനിക്ക് ഇത്രയും 11 വർഷത്തെ പരിചയങ്ങളുണ്ടല്ലോ. അപ്പം ഞാൻ വിളിച്ചു പറഞ്ഞാൽ തരാൻ ആൾക്കാരുണ്ട്. പക്ഷേ ഞാൻ ഈ കമ്പനികളുടെ ഒരു സ്വഭാവം എന്ന് പറയുന്നത് ഒരാഴ്ച അടുപ്പിച്ച് നമ്മൾ ചരക്ക് തൂക്കിയാൽ മാത്രമേ നമ്മളൊരു ഒഫീഷ്യൽ സപ്ലയറായി മാറുള്ളൂ അവിടുത്തെ. അല്ലാതെ ഒരു ദിവസം കൊണ്ട് തൂക്കിയാൽ പിന്നെ അവനെ ചിലപ്പോൾ ഒരു മൈൻഡ് ചെയ്യില്ല. അപ്പോൾ എൻ്റെ ഈ 15,000 രൂപ കൊണ്ട് ഒരാഴ്ച നമ്മൾ സപ്ലൈ ചെയ്യണമെങ്കിൽ ഞാൻ മീൻ എടുക്കാൻ പോയെന്നാൽ ഒരു ദിവസം പോലും തികയില്ല, അല്ല ചെമ്മീൻ എടുക്കാൻ പോയാൽ 1-2 ദിവസം തികയില്ല, അതിനപ്പുറം തികയില്ല. ഞാൻ നോക്കിയപ്പോൾ അന്ന് ഏറ്റവും വില കുറഞ്ഞ സാധനം കക്കയിറച്ചിയാണ്, ക്ലാം മീറ്റ്. അതിനന്ന് 15 രൂപ വിലയുള്ളൂ. ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, ഞാൻ മൊഹമ്മയിൽ ഒരു വീട്ടിൽ പോയി, ഈ കക്ക വാരാൻ പോയി, കക്ക പുഴുങ്ങി കക്കയാക്കുന്ന ഒരു വീട്ടിൽ പോയി. ആ വീട്ടിൽ പോയി കണ്ടപ്പോൾ വേണമെങ്കിൽ എനിക്ക് 2 ദിവസം കൊണ്ട് ആരെങ്കിലും എടുക്കായിരുന്നു എൻ്റെ 15,000 രൂപ. പക്ഷേ ഞാൻ അങ്ങനെ എടുത്തില്ല. ഞാൻ 100 കിലോ 150 കിലോ 200 കിലോ വീതം എടുത്ത് ഒരാഴ്ച തികച്ച്. അങ്ങനെ ഞാനൊരു 3 മാസത്തോളം കക്കയിറച്ചി മാത്രം കച്ചവടം ചെയ്തു. അപ്പോൾ എനിക്ക് ആ കമ്പനിയുടെ ഒഫീഷ്യൽ സപ്ലയറായി, കുറച്ച് പൈസയൊക്കെ മറിക്കാനും തിരിക്കാനുമായി, പിന്നെ എന്നെ ആൾക്കാർക്ക് വിശ്വാസമായി തുടങ്ങി. അങ്ങനെയാണ് ഞാൻ പിന്നെ മീനും മീറ്റുമൊക്കെ എൻ്റെ പഴയ ബന്ധങ്ങളെയൊക്കെ പുതുക്കി അവരോടൊക്കെ വിടാൻ പറഞ്ഞ് തുടങ്ങിയത്. അങ്ങനെയാണ് അരൂർ ബൈപ്പാസിലാണ് ഞാൻ ആദ്യം ഇത് ആരംഭിക്കുന്നത് വലിയ രീതിയിൽ. പല സപ്ലയേഴ്സിന് കൊടുക്കുകയായിരുന്നോ അതോ ഒരു കമ്പനിക്ക് മാത്രമാണോ ഇത് കൊടുത്തത്? പല കമ്പനികൾക്ക് കൊടുത്തു. പല കമ്പനികൾക്കും പല സ്ഥലത്തുനിന്ന് പല സാധനങ്ങൾ. ഇപ്പോൾ ഒരു കമ്പനി പറയും എനിക്ക് നാളെ റിബൺ ഫിഷ് വേണമെന്ന് പറഞ്ഞാൽ റിബൺ ഫിഷ് എവിടെ കിട്ടുമെന്ന് എനിക്കറിയാം. ഓക്കെ. അപ്പോൾ ഞാൻ അവിടെ നിന്ന് എടുക്കും. അതായത് എക്സ്പോർട്ടേഴ്സിന് ആവശ്യമുള്ള ഫിഷിനെ സപ്ലൈ ചെയ്യുന്ന ജോലിയാണ് അല്ലേ? അവർക്ക് ഷോർട്ടേജ് വരുന്ന അല്ലെങ്കിൽ അവർക്ക് ലഭ്യമല്ലാത്തത് ഏതെന്ന് നമുക്ക് അവർക്ക് ആവശ്യമുള്ളത് ഏതാന്ന് പറയും, അത് നമ്മൾ സപ്ലൈ ചെയ്ത് കൊടുക്കും. അതെ അതെ. ഇങ്ങനെ പല സപ്ലയേഴ്സ് അവർക്കുണ്ടാവില്ലേ? ഇഷ്ടം പോലെ സപ്ലൈസ് ഉണ്ട്. അപ്പം ഞാൻ ഇറങ്ങിയ സമയത്ത് റിബൺ ഫിഷ് ആദ്യമായിട്ട് മംഗലാപുരം ഏരിയയിലേക്ക് ഇഷ്ടംപോലെ വീഴുന്നൊരു വർഷമായിരുന്നു. അപ്പോൾ റിബൺ ഫിഷ് വീഴാൻ തുടങ്ങിയപ്പോൾ കൊച്ചിയിലുള്ള മിക്ക എക്സ്പോർട്ടേഴ്സിനും റിബൺ ഫിഷ് ചെയ്ത് പരിചയമില്ല. പക്ഷേ ഞാൻ ഇതിനിടയ്ക്ക് 2-3 വർഷം ഗുജറാത്തിൽ ജോലി ചെയ്തിട്ടുണ്ട്. ഈ റിബൺ ഫിഷ് എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ എന്താ? നമ്മുടെ വാള. അപ്പോൾ ഞാൻ ഗുജറാത്തിൽ ജോലി ചെയ്ത് അവിടുത്തെ മെയിൻ പ്രൊഡക്റ്റേ വാളയാണ്. അപ്പോൾ വാള എങ്ങനെ പാക്ക് ചെയ്യണം, എങ്ങനെ ചെയ്യണം, എവിടെ നിന്ന് ഓർഡർ ഇട്ടും എല്ലാം എനിക്കറിയാം. അപ്പോൾ ഞാനൊരു കമ്പനി ചെന്ന് പറയും നിങ്ങൾക്ക് ഓർഡർ ഞാൻ തരാം, പാക്ക് ചെയ്യണം ഞാൻ കാണിച്ചു തരാം, റോ മെറ്റീരിയൽ ഞാൻ തരാം എന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ ഞാൻ റോ മെറ്റീരിയൽ കൊടുത്തു. അപ്പോൾ അത് അരൂർ ബൈപ്പാസിലേക്ക് എല്ലാ ദിവസവും രാത്രി ഒരു 2 മണിക്കും 3 മണിക്കും 1 മണിക്കും 3 മണിക്കും ഇടയ്ക്ക് ഞാൻ വിളിച്ചു പറയുന്ന മംഗലാപുരമാണോ അല്ലെങ്കിൽ ആന്ധ്രയാണോ എവിടുന്നാലും വണ്ടികൾ വരും. അപ്പോൾ ഞാനും എന്നെപ്പോലെ കമ്പനികളിൽ സപ്ലൈ ചെയ്യുന്ന ആൾക്കാരും ഈ രാത്രി 1 മണിക്കും 3 മണിക്കും ഇടയ്ക്ക് ഈ അരൂർ ബൈപ്പാസിൽ ഉണ്ടാകണം. അല്ലെങ്കിൽ എനിക്ക് വന്ന ലോറി കുറേ പ്രാവശ്യം ഓണടിക്കും, എന്നെ കണ്ടില്ലെങ്കിൽ വേറെ അടുത്തൊരു ഏജൻറ്റ്, കാരണം അവനോട് കിടക്കാൻ പറ്റില്ല, മീനല്ലേ, അടുത്ത ഏതെങ്കിലും ഏജൻറ്റ് വിളിച്ച് ഏതെങ്കിലും കമ്പനി കൊണ്ട് തൂക്കിയിട്ട് പോകും. അപ്പോൾ ഈ 1 മണിക്കും 3 മണിക്കും ഇടയ്ക്ക് നമ്മളവിടെ ഉണ്ടാകണം, ഇല്ലെങ്കിൽ പോകും. അപ്പം ഞാനും എന്നെപ്പോലെ ഓണേഴ്സ് ആയിരുന്നില്ല, അവരുടെ ജോലിക്കാരോ ഇപ്പോഴും അവരെ എനിക്ക് കാണാം അവിടെ ഉണ്ട്. അവിടെ ഒരു കോപ്പറേറ്റീവ് ബാങ്ക് ഉണ്ടായിരുന്നു, അരൂർ കോപ്പറേറ്റീവ് ബാങ്ക്. അരൂർ കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ തിണ്ണയിൽ ഞങ്ങൾ പോയി കിടക്കും. ഞാൻ കമ്പനിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ അതൊരു പബ്ലിക് ലിമിറ്റഡ് കമ്പനിയായിരുന്നു. അപ്പോൾ അവിടുത്തെ ഓട്ടോറിക്ഷക്കാർ തുടങ്ങി, നൈറ്റ് കിടക്കും, എല്ലാവരും എന്നെ അറിയാം. അപ്പോൾ ഞാൻ പേപ്പർ വിരിച്ചിട്ട് മുഖം തിരിച്ച് കിടക്കും, അല്ലെങ്കിൽ ഭിത്തിയിലേക്ക് തിരിഞ്ഞ് കിടക്കും, അല്ലെങ്കിൽ ഓട്ടോറിക്ഷയുടെ ലൈറ്റ് അടിച്ച് അല്ലെങ്കിൽ വണ്ടിയുടെ ലൈറ്റ് അടിച്ച് എൻ്റെ മുഖം കാണും. അപ്പോൾ ഞാൻ കാരണം മാനേജർ ഓപ്പറേഷൻസായിട്ടാണ് ഞാൻ ഇറങ്ങിയെന്ന് ഓർക്കണം. അങ്ങനെ ഞാൻ 3 മാസത്തോളം ആ കടത്തിനെ കിടന്നിട്ടുണ്ട്. ഞാൻ ഈ കഥ നമ്മുടെ വനിതയിലൊരു ഇൻ്റർവ്യൂവിന് പറഞ്ഞു. ഒരു ദിവസം എന്നെ കാണാൻ ആ കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ പ്രസിഡന്റ് എന്നെ കാണാൻ വന്നു. സാർ ഇങ്ങനെയായിട്ട് ഞങ്ങൾ മറന്നില്ലല്ലോ എന്ന് പറയാനായിട്ട്. പക്ഷെ ഞങ്ങൾ കിടന്നുകൊണ്ടാണെന്ന് അറിയില്ല, വരാൻ അവർ പിന്നെ അടച്ചു കെട്ടിക്കളഞ്ഞു. അപ്പോൾ ആ ബിസിനസ് എത്ര കാലം അങ്ങനെ പോയി? അങ്ങനെ 2 വർഷം ചെയ്തു. 2 വർഷം ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഈ എക്സ്പോർട്ടേഴ്സ് ഒന്നും കൃത്യമായിട്ട് നമുക്ക് പൈസ തരുന്നില്ല. അപ്പോൾ പ്രശ്നം, ഞാൻ കടപ്പുറത്ത് അവരുടെ വെള്ളിയാഴ്ച കൊടുക്കാമെന്ന് പറയും, പക്ഷേ എനിക്ക് പൈസ കിട്ടാണ്ടാകുമ്പോൾ അവർക്ക് ശനിയാഴ്ച റേഷൻ കടയിൽ പോയി സാധനം വാങ്ങണമെങ്കിൽ നമ്മൾ പൈസ കൊടുക്കണം. അത്രയും പാവപ്പെട്ട ആൾക്കാരാണ്. അപ്പം നമ്മൾ പറഞ്ഞ വാക്ക് പാലിക്കാൻ പറ്റാതെയപ്പോൾ ഞാൻ പിന്നെ എൻ്റെ ചിന്ത, എന്നാൽ പിന്നെ നമുക്ക് സ്വന്തമായിട്ട് എക്സ്പോർട്ട് ചെയ്താലോ എന്നായി. അങ്ങനെ ഞാൻ എക്സ്പോർട്ടിങ് കമ്പനി ചെയ്യുന്നതിനെക്കുറിച്ച് പഠിച്ചപ്പോൾ മിനിമം ഒരു 5 കോടി രൂപയെങ്കിലും നമുക്ക് തുടങ്ങാനേ പറ്റിയില്ല. 5 കോടിയൊന്നും എനിക്ക് എഴുതാനുള്ള ശേഷി പോലും വന്നില്ല. അതാണ് അന്നത്തെ അവസ്ഥ. അപ്പോഴാണ് എൻ്റെ ഒരു ഫ്രണ്ട് ദുബായിൽ നിന്ന് വിളിച്ചത്, പറഞ്ഞു ഇവിടെ പച്ച മീൻ ഇവിടെ നല്ല മാർക്കറ്റാണ് ദുബായിൽ. അങ്ങനെ ഞാൻ ഇവിടുന്ന് ആദ്യമായിട്ട് ദുബായിക്ക്, അങ്ങനെ അതാണ് എൻ്റെ ആദ്യത്തെ വിദേശ യാത്ര. ഞാൻ ദുബായിക്ക് പോവാണ്. ഇന്ന് കാണുന്ന ഒരു വാട്ടർ ഫ്രണ്ട് മാർക്കറ്റല്ല, അന്ന് ദേര ഫിഷ് മാർക്കറ്റാണ്. അന്നത്തെ ദേര ഫിഷ് മാർക്കറ്റ് ഞാൻ പോയി 2 ആഴ്ച ഞാൻ മാർക്കറ്റ് കറങ്ങി നടന്നപ്പോൾ, അതിന് രാത്രിയില്ല കറങ്ങി നടന്നപ്പോൾ എനിക്ക് മനസ്സിലായി 60-ലധികം രാജ്യങ്ങളിൽ നിന്ന് അന്ന് UAE സാധനം ഇമ്പോർട്ട് ചെയ്ത് വരുന്നു. ഈവൻ നൗ UAE എന്ന രാജ്യത്തിൻ്റെ 75% ഡിമാൻഡ് ഓഫ് ഫിഷും ഇപ്പോഴും അവർ ഇമ്പോർട്ട് ചെയ്യുകയാണ്.
അത്രയും സാധനങ്ങൾ അവിടെ പക്ഷേ ഇമ്പോർട്ട് ഷാർജയിലും ഈ ദുബായിയുടെ പല ഭാഗത്തും ഒക്കെ ഫിഷിംഗ് ഹാർബറുകൾ തന്നെ ഉണ്ടല്ലോ അവർക്ക്. വളരെ ചെറു, വളരെ വളരെ കുറച്ചേ കുഞ്ഞു ഓളി, ചെറിയ ഓളി കിട്ടുന്നുള്ളൂ. അത് ശരി. അവർ നമ്മളെപ്പോലെ രാജ്യങ്ങളും പിന്നെ ഒമാനൊക്കെയാണ് അവർ ഡിപ്പെൻഡ് അത് ചെയ്യുന്നത്. ശരി. അങ്ങനെ ഞാൻ അവിടുന്ന് ഒരു കമ്പനിയിൽ നിന്ന് ഓർഡറൊക്കെ മേടിച്ച് പോന്ന് ഇവിടെ വന്ന് 2000-ലാണത്. അപ്പോൾ 2000-ൻ്റെ സമയത്താണ് നമ്മുടെ കൊച്ചിൻ എയർപോർട്ട് തുടങ്ങുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ വന്ന് ഞങ്ങൾ ആദ്യത്തെ ദിവസം ഈ ഇതില്ല നമ്മുടെ റീഫ് കോഡ് എന്ന് പറയുന്ന മീനുണ്ട്, അതായത് വേണമെങ്കിൽ നമുക്ക് അവരുടെ ഹമൂർ എന്ന് പറയാം, ഹമൂറിൻ്റെ ഫില്ലറ്റിൻ്റെ ഓർഡറായിരുന്നു എനിക്ക് കിട്ടിയത്. ഞാൻ ഇവിടെ വന്ന ആദ്യത്തെ ദിവസം 1000 കിലോ റീഫ് കോഡ് എടുത്ത് ഫില്ലറ്റാക്കിയാൽ 300 കിലോ കിട്ടുള്ളൂ. അതിൻ്റെ 300 കിലോ ഫില്ലറ്റാക്കി പാക്ക് ചെയ്ത് എയർപോർട്ടിലേക്ക് പോവുകയാണ്. കൊച്ചി എയർപോർട്ടിൽ ചെന്നപ്പോൾ ഞാൻ ഇപ്പോഴും ആ മനുഷ്യൻ്റെ മുഖം ഓർക്കുന്നുണ്ട്. ഒരു കസ്റ്റംസിലൊരു ഉദ്യോഗസ്ഥനുണ്ടായിരുന്നു, ഇച്ചിരി പ്രായമുള്ള മനുഷ്യൻ. ഇപ്പോഴും എൻ്റെ മനസ്സ്, മാപ്പിളുടെ മുഖം, അദ്ദേഹത്തിൻ്റെ മുഖം എൻ്റെ മനസ്സിലുണ്ട്. എന്നോട് ചോദിച്ചേ, മോനെ നീ ഇതുപോലെ ആലോചിച്ചിട്ടാണോ ചെയ്യണത്? ഞാൻ എന്താ സാറേ, ഇവിടെ ഇത് നീ 3 മണിക്കൂറും ഇവിടെ കൊണ്ടുവരണം, അതെല്ലാം പേപ്പറെല്ലാം പാസ്സായി ഞങ്ങൾ ഇവിടുന്ന് കയറ്റിയ 4 മണിക്കൂർ കഴിഞ്ഞ് ദുബായ് ചെല്ലുള്ളൂ. പിന്നെ അവിടുന്ന് റിലീസ് ചെയ്യാൻ വേണം പിന്നെ 2-3 മണിക്കൂർ. അന്ന് ഇന്നത്തെ പോലെ ദുബായിൽ കോൾഡ് സ്റ്റോറൊന്നും ഇല്ല അവിടെ എയർപോർട്ടിൽ, പുറത്തിറക്കി വെക്കും. അവിടെ ഇനി സമയം കഴിഞ്ഞു പോയി ആ വെയിലത്തിരുന്നതെല്ലാം മോശമായി പോകും. നീ ഇതൊക്കെ പോലെ ആലോചിച്ചിട്ടാണോ മോൻ ചെയ്യുന്നത്? അദ്ദേഹം എന്നോടുള്ളൊരു സ്നേഹം കൊണ്ടും ഒരു വാത്സല്യം കൊണ്ട് പറഞ്ഞത്. എൻ്റെ ഒരു പ്രായം, നല്ല പ്രായമുള്ള മനുഷ്യന്, പെൻഷൻ പറ്റാറൊക്കെ ആയ മനുഷ്യനായിരുന്നു. ഞാൻ സാറേ ഞാനിത് ആലോചിച്ച് പിന്നെയും പുള്ളി 2 പ്രാവശ്യം ഉണ്ട്, വേണം കയറ്റണം, അല്ല ഇവിടെ എവിടെയെങ്കിലും കൊടുക്കാമെന്ന് പറഞ്ഞു. നമ്മൾ കയറ്റിയേ പറ്റുള്ളൂ, തീരുമാനിച്ചു പോയല്ലേ. അങ്ങനെ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അതെങ്ങനെയാ സോൾവ് ചെയ്ത്? ഇടയ്ക്ക് ചില ഷിപ്മെന്റുകൾ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് ഇല്ലെന്ന് പറയാം. ഫ്രഷ് ആയിട്ട് തന്നെ എത്തി. അങ്ങനെ ഞാൻ ആദ്യത്തെ ഷിപ്മെന്റ് അങ്ങനെ നടത്തി. പിന്നെ എല്ലാ ദിവസവും തന്നെ ആഴ്ച 2-3 പ്രാവശ്യം വെച്ച് ഇങ്ങനെ പോകും. എല്ലാ പ്രാവശ്യം നമ്മൾ വിടുന്നത് തെർമോക്കോൾ ബോക്സിലാണ്. തെർമോക്കോൾ ബോക്സിൽ വിടുമ്പോഴേ ഒരു സൈഡിൽ എൻ്റെ അഡ്രസ്സും ഫ്രം അഡ്രസ്സ് ഉണ്ടാവും, ഒരു സൈഡ് ടു അഡ്രസ്സ് ഉണ്ടാവും. ഈ ഫ്രം അഡ്രസ്സിൽ ഇന്നത്തെ പോലെ ഇമെയിലൊന്നും ഉണ്ടായില്ല, അന്നൊരു ഫാക്സാണ് ഉള്ളത്. ഫാക്സിൻ്റെ നമ്പർ ഉണ്ടാവും. അപ്പോൾ അത് കിട്ടിയിട്ടായിരിക്കാം എനിക്ക് ഇഷ്ടം പോലെ ഓർഡറായി. പിന്നെ ദുബായിൽ നിന്നായി, സൗദിയിൽ നിന്നായി, തായ്പേയ് വന്ന്, ശ്രീലങ്ക വന്ന്, അങ്ങനെ ഓസ്ട്രേലിയ വന്ന്, ഇങ്ങനെ എല്ലായിടത്തും ഓർഡറായി. അന്ന് ഈ കമ്പനി രൂപപ്പെട്ടിട്ടുണ്ടോ? അന്ന് ഞാൻ അറ്റ്ലെയർ എക്സ്പോർട്സ് എന്ന പേര്, അറ്റ്ലെയർ എക്സ്പോർട്സ് എന്ന പേരിലായി. അങ്ങനെ ഞാൻ 2000-ൽ എക്സ്പോർട്ട് തുടങ്ങി. 2010 വരെ നല്ല സുഖമായിട്ട് എക്സ്പോർട്ട് ചെയ്തു. അതിനിടയ്ക്ക് ഞാൻ പൈസ ഉണ്ടാക്കി, വീടുണ്ടാക്കി, ലോറികൾ വാങ്ങി, വണ്ടികൾ വാങ്ങി, കാറ് വാങ്ങി, പല സ്ഥലത്തും പല സ്ഥലങ്ങൾ വാങ്ങി. ഇതൊക്കെ ഞാൻ ചെയ്തു. അങ്ങനെയാണ് 2008-ൽ ഒരു സാമ്പത്തിക ക്രൈസിസ് ഉണ്ടായി. അറിയാലോ അല്ലേ, അമേരിക്കയിലെ പ്രത്യേകിച്ച് ഗൾഫ് മേഖലയെ പിടിച്ച് കുലുക്കിക്കളഞ്ഞു. അത് 2008-ൽ അമേരിക്ക ഉണ്ടായെങ്കിലും പക്ഷേ ഗൾഫ് മേഖല കുടുങ്ങുന്നത് 2010-ഒക്കെ ആയപ്പോൾ. നമ്മളിപ്പോൾ പറയില്ല ആഫ്റ്റർ ഇഫക്ട്സ് കോവിഡ് എന്ന് പറയുന്ന മാതിരി ഒരു ആഫ്റ്റർ ഇഫക്ട്സ് ഉണ്ടായത് 2010-ലാണ്. പിന്നെ എൻ്റെ എക്സ്പോർട്ട് ഇങ്ങനെ ഇടിഞ്ഞ് ദിവസവും നഷ്ടത്തിലാണ്. ഇപ്പോൾ സീ ഫുഡ് എക്സ്പോർട്ട് ഫ്രോസൺ ചെയ്യുന്നെങ്കിൽ ഞങ്ങൾക്കൊരു എൽസി തരും. അപ്പോൾ നമുക്കൊരു റേറ്റ് ഉണ്ട്. അവിടെ ഇടിഞ്ഞാലും ഇവിടെ ഇടിഞ്ഞാലും നമുക്ക് കിട്ടിയ റേറ്റിന് ഒരു മാറ്റമില്ല. പക്ഷേ ഫ്രഷ് ഇപ്പോഴും ചെയ്യുന്നത് പരസ്പരം വിശ്വാസത്തിൻ്റെ പുറത്താണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഏറ്റവും ഉറപ്പുള്ള കമ്പനി മാത്രമേ നമ്മൾ വിടുകയുള്ളൂ. നമ്മളൊരാൾക്കും വിടിയല്ലോ. അവരെ $5 പറയും. ഞാൻ രാവിലെ കടപ്പുറത്ത് $5 കണ്ടുകൊണ്ട് വില എടുത്ത് ഇവിടെ വന്ന് പാക്കേജ് ചെയ്ത് ഓഫീസ് വരുമ്പോൾ അടുത്ത ഫാക്സ് വന്ന് കിടപ്പുണ്ടാവും. ഇവിടെ വില കുറഞ്ഞു പോയി, 4.8 ഉള്ളൂ, സോറി എന്ന് പറയും. 4.8 എടുത്തു പോയില്ല, 4.8 പാക്ക് ചെയ്യും, എയർപോർട്ടിൽ കൊണ്ട് വിറ്റേച്ചും വൈകുന്നേരം തിരിച്ച് ഒരു അടുത്ത ഫാക്സ് എന്ന് പറയുമ്പോൾ ഒരു രക്ഷയില്ല, 4.5 എന്ന് പറയും. ഇതിങ്ങനെ സ്ഥിരം പതിവായി. അങ്ങനെ 2010 തുടങ്ങി ഏകദേശം 2012 വരെ ഞാൻ ഈ 10 വർഷം കൊണ്ട് നേടിയതെല്ലാം ആ 2 വർഷം കൊണ്ട് തീർന്നു പറഞ്ഞാൽ എൻ്റെ വീടും പറമ്പ് ഒഴിച്ച് ബാക്കി എല്ലാം തീർന്നു. ഭീകര നഷ്ടം. വണ്ടികളെല്ലാം കൊടുത്തു, കാറ് കൊടുത്തു, വലിയ ലോറിയൊക്കെ ഉണ്ടായിരുന്നു എനിക്ക് ലൈലാൻഡിന്, അതൊക്കെ കൊടുത്തു. ഇപ്പോഴും ചേർത്തലയിൽ നിന്ന് അരൂർ വരെ വരുന്ന ഹൈവേ സൈഡിൽ ഇപ്പോഴും ഞാൻ ഇടയ്ക്കിടയ്ക്ക് ആ സ്ഥലത്തിട്ട് നോക്കും. ഹൈവേ സ്ഥലം ഒരു പൊന്നായ സ്ഥലം ഉണ്ടായിരുന്നു അന്ന്. പക്ഷേ എനിക്ക് അവിടെ കൂടുമ്പോൾ ഒരു സങ്കടം വരുമോ, ഇതെൻ്റെ കയ്യിൽ നിന്ന് പോയല്ലെന്ന് ഞാൻ ഓർക്കുമായിരുന്നു. പക്ഷേ ഇപ്പോൾ എനിക്ക് മനസ്സിലായി, ഞാൻ അത് വിറ്റും എൻ്റെ കടപ്പുറത്തെ ആൾക്കാരുടെ പണം കൃത്യമായി കൊടുത്തതുകൊണ്ട് ഇപ്പോൾ ഞാൻ ചരക്ക് വേണമെന്ന് പറഞ്ഞാൽ മാത്യു സാർ എന്ന് പൈസ തരുമെന്നല്ല, മാത്യു എന്ന് കാശ് തരുമോ, ഒരു മനുഷ്യനും ചോദിക്കില്ല. ആ വിശ്വാസം എനിക്ക് നേടിയെടുക്കാൻ പറ്റിയത് ഒരുപക്ഷെ അതിനേക്കാളും വലിയൊരു സ്ഥലം എൻ്റെ കയ്യിൽ കിടന്നിരുന്നാൽ അതെനിക്ക് ഉണ്ടാക്കാൻ പറ്റിയില്ലായിരുന്നു. അതുകൊണ്ട് എനിക്കതിന് അന്നൊക്കെ എനിക്ക് സങ്കടം ഉണ്ടായിരുന്നു ആ സ്ഥലത്തൂടി പോകുമ്പോൾ. ആ സ്ഥലം മാത്രമല്ല, ആ സ്ഥലം ഇങ്ങനെ കണ്ണായ സ്ഥലമായതുകൊണ്ട് ഇപ്പോഴും അവിടെ ഒരു ഹോട്ടൽ നടത്തുവാണ് ആ സ്ഥലത്ത്. അതിൻ്റെ മുന്നാതരം എൻ്റെയാണ്. ഈ തകർച്ചയെന്ന് പിന്നെ എങ്ങനെ പിടിച്ച് കയറിയത്? അപ്പോൾ 2010 ആയപ്പോഴേ ഞാനിങ്ങനെ ബിസിനസ്സുകാരനാകണമെന്നും ധീരുഭായ് അംബാനി ആകണമെന്നും പറഞ്ഞ് നടക്കുമെന്ന് എൻ്റെ വൈഫിനൊക്കെ അറിയാം. അപ്പോൾ ഇതെല്ലാം നഷ്ടപ്പെട്ടുകൊണ്ട് ഈ അംബാനി ആയിരുന്നോ ഒരു വലിയ മാതൃകാ പുരുഷനായിട്ട് മനസ്സിലാക്കിയ ആൾ? അംബാനി എൻ്റെ ഒരു ഭ്രാന്തായിരുന്നു ഇപ്പോഴും. ശരി, ഇപ്പോഴും അംബാനിയുടെ പേര് പറയുമ്പോൾ എനിക്ക് എന്തോ പോലെ തോന്നും, ഒരു രോമാഞ്ചം. ഇതേ കാണാൻ പോയ കഥയൊക്കെ പറഞ്ഞല്ലോ. അതെൻ്റെ ഒരു 22-23 കമ്പനിയിൽ ജോലി ചെയ്യുമ്പോഴാണ്. അപ്പം ഞാൻ ഈ പർച്ചേസ് തുടങ്ങിയല്ല. അപ്പം ഞാൻ എന്നും യാത്രകളാണ്. അതുകൊണ്ട് എവിടെയെങ്കിലും പോകണമെങ്കിൽ വീട്ടിലൊരു വിഷയമല്ല, ഞാൻ എന്നും യാത്രയാണ്.
കമ്പനി ഞാൻ ലീവ് എടുക്കണം എന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ ഇവിടുന്ന് എൻ്റെ ഇപ്പോഴും ഓർമ്മ 2 വണ്ടി ട്രെയിൻ മാറി കയറിയിട്ടുണ്ട്. ഞാൻ അങ്ങനെ ഗുജറാത്തിൽ അതെല്ലാം ഇങ്ങനെ വായിച്ചറിഞ്ഞു. അദ്ദേഹം ചോറോഡ് എന്ന ഗ്രാമത്തിലാണ്. ജുനഗഡ് എന്ന റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി. എന്നിട്ട് അവിടുന്ന് ഒരു ആളോട് പറഞ്ഞു എനിക്ക് ചോറോഡ് പോകുന്നൊരു ബസ് കാണിച്ചു തന്നു. അപ്പോൾ ഞാൻ ചോറോഡിൽ നിന്ന് ഇറങ്ങി. അവിടെ ചെന്നിട്ട് ആളോട് എനിക്ക് ധിരുഭായ് അംബാനി ഒന്ന് കാണണമെന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി എന്നോട് അവിടെ ഈ ഫട്ട് എന്നൊരു വണ്ടിയുണ്ട്, ഇപ്പോഴും അവിടെ ഓടുന്നുണ്ട്. മുമ്പിൽ ബുള്ളറ്റ്, പുറകിലൊരു ചതുരപ്പെട്ടിയുണ്ട്. അതിൽ ആർക്കും കയറിയിരിക്കാം. അവർ ഓരോ ബസ് സ്റ്റോപ്പിൽ ഷെയർ ചെയ്ത് നമുക്ക് 2 രൂപ കൊടുത്താൽ കൊണ്ട് ഇറക്കും. അങ്ങനെ എന്നെ ഒരു സ്കൂളിൻ്റെ അത് കൊണ്ട് ഇറക്കി. എന്നിട്ട് ഇവിടെ ചോദിച്ചാൽ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അവിടെ ഒരു കടക്കാരനോട് ചെന്ന് ചോദിച്ചു. പുള്ളി പറഞ്ഞു മോനെ 2-3 വർഷം മുമ്പ് ഇവിടുന്ന് കുറച്ച് നാളായിട്ട് ഇവിടുന്ന് ധിരുഭായ് അംബാനി അദ്ദേഹത്തിൻ്റെ കുടുംബം ഏറ്റവും വേണ്ടപ്പെട്ടവരൊക്കെ ഇവിടുന്ന് ബോംബെക്ക് ഇവിടെ ആരും ഇല്ലെന്ന് പറഞ്ഞു. അങ്ങനെ ഇല്ലേ മോഹൻലാൽ പറഞ്ഞാൽ അവിടെ നിന്ന് ഒരു പച്ചമണ്ണൊക്കെ വാരി തിരിച്ചാൻ പോകുന്നു. പക്ഷേ ഇപ്പോഴും ഞാൻ പോകും. ഈ കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് ഞാൻ അവിടെ പോയി. ഞാനും എൻ്റെ വൈഫും കൂടി പോയി. വൈഫിനെ ഞാൻ കൊണ്ടുപോയതേ. വൈഫ് അന്നേരം അവിടെ ചോദിച്ചു ഈ മനുഷ്യനല്ലേ നിങ്ങൾ ഇത്തരം പ്രാന്ത് പിടിപ്പിച്ചെന്ന് എന്നോട് ചോദിച്ചവൾ. അപ്പോൾ എല്ലാ വർഷവും പോകും. വർഷത്തിൽ 1 പ്രാവശ്യം മിനിമം പോകും. ഞാൻ പോയിട്ട് അതിൻ്റെ അദ്ദേഹത്തിൻ്റെ മെയിൻ ഡോറില്ലേ അവിടെ പോയി ഞാനിങ്ങനെ കുറച്ചേന് തൊട്ട് നിൽക്കും. പിടിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഞാൻ തന്നെയായിട്ട് എന്നോട് നീ എവിടെ പിടിക്കണമെന്നറിയോ, ധിരുഭായ് അംബാനി ഒരു 1000 പ്രാവശ്യം തൊട്ട സ്ഥലത്താണ്. ഇത് മതി പിന്നെ അടുത്തൊരു വർഷത്തേക്ക് നമുക്കൊരു ഊർജ്ജമായി. അത് വേണമെങ്കിൽ ഒരു വട്ടം എന്നല്ലേ പ്രാന്തന്നൊക്കെ വിളിക്കാൻ തോന്നുന്നു. പക്ഷേ അതൊക്കെയാണ് ചില ഇൻസ്പിറേഷൻസ്. അതെ, ജീവിതത്തെ മുമ്പോട്ട് തള്ളിവിടുന്ന, ശക്തിയോടെ തള്ളുന്ന ചില പ്രചോദനങ്ങൾ അതൊക്കെയല്ലേ. ഗൾഫിലേക്കുള്ള സപ്ലൈ നിന്നു, അല്ലെങ്കിൽ അത് മുമ്പോട്ട് പോകാൻ പറ്റാതായി. പിന്നെ എവിടെ നിന്നാണ് ഒരു റീസ്റ്റാർട്ട് അല്ലെങ്കിൽ പിന്നെ ഒന്നുകൂടെ തുടങ്ങാമെന്നുള്ള ഒരു ധൈര്യം വരുന്നത്? അപ്പോൾ വൈഫ് ചോദിച്ചു പിന്നെ എന്തിനാണ് നമ്മൾ ഈ വില കൂടിയ രാജ്യത്ത് നിന്ന് എടുത്ത് വില കുറഞ്ഞ മാർക്കറ്റിലേക്ക് കൊടുക്കുന്നത്, നമുക്ക് ഈ വില കൂടിയ രാജ്യത്ത് തന്നെ വിറ്റാൽ പോരെ. സത്യം പറഞ്ഞാൽ ആ ഒരൊറ്റ ചോദ്യത്തിൽ നിന്നാണ് എവിടെയൊക്കെയാണോ ഇപ്പോൾ അവിടെ എത്തിയത്. ഇത് തുടങ്ങുന്നത് 2012-ലാണ്. അന്നത് seat2home.com എന്നായിരുന്നു. അങ്ങനെ ഒരു 2-3 മാസം കഴിഞ്ഞപ്പോൾ ഫോബ്സ് മാഗസിൻ എന്നെ വിളിക്കുക. ഈ ഫോബ്സിൻ്റെ ഒക്കെ ശ്രദ്ധയപ്പെടുന്ന അത്രയും വിപുലമായോ? ഡൽഹിയിലൊക്കെ അത്രയും വിപുലമായി. seat2home.com ആണ് ഇന്ത്യയിലെ ആദ്യത്തെ ഓൺലൈൻ ഫിഷ് മാർക്കറ്റ്. seat2home.com ആണ് ലോകത്തിലാദ്യമായി പച്ചമീനിനെ ഓൺലൈൻ എത്തിച്ചത്. seat2home.com ആണ് ലോകത്തിലാദ്യമായി പച്ചമീനിനെ ബ്രാൻഡ് ചെയ്തത്. അപ്പോൾ ഈ seat2home എങ്ങനെയാണ് ഈ ഫ്രഷ് ടു ഹോം ആയിട്ട് മാറുന്നത്? വീട്ടിലേക്ക് ഭക്ഷ്യവസ്തുക്കൾ എത്തുന്ന പ്രധാനപ്പെട്ട ഒരു പ്രസ്ഥാനമായിട്ട് ഫ്രഷ് ടു ഹോം മാറി. ആ കഥയൊന്ന് കേട്ടാൽ കൊള്ളാം. മെട്രോയിൽ എൻ്റെ ഫോട്ടോയൊക്കെ വെച്ച് എൻ്റെ ഒരു കഥ അടിച്ചു വന്നു. ഏകദേശം ഒരു 11 മണിയാകുമ്പോൾ മലയാളികൾ എൻ്റെ കഥ അറിഞ്ഞു തുടങ്ങി. ഒരു 11:30 ആയപ്പോൾ seat2home-ൻ്റെ കഥ കഴിഞ്ഞെന്ന് പറയാം. 1000-ലധികം ആൾക്കാർ ഒന്നിച്ചിടിച്ച് എൻ്റെ സൈറ്റിൽ കയറി സൈറ്റ് ക്രാഷായി. അങ്ങനെ അടച്ച് പൂട്ടിയിട്ട് 1 മാസമൊക്കെ ആയി കാണും. അന്നേരം എന്നെ ബാംഗ്ലൂരിൽ നിന്ന് എനിക്കൊരു ഫോൺ വന്നു. ഞാൻ ഷാൻ കടവിൽ, എന്തുകൊണ്ടാണ് എനിക്ക് മീൻ കിട്ടാത്തതെന്ന് ചോദിച്ചു. seat2home ആയിരുന്ന മീൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിനകത്തേക്കുള്ള മട്ടനും ചിക്കനും തുടങ്ങിയ സാധനങ്ങൾ കയറ്റിയപ്പോൾ ആ എടുത്ത് മാറ്റി അവിടെ ഫ്രഷ് എടുത്ത് വെച്ച്. അങ്ങനെയാണ് 2015 ഫ്രഷ് ടു ഹോം ഉണ്ടാകുന്നത്. ഈ നിരന്തരം പ്രയത്നിക്കുകയും നിരന്തര സ്വപ്നം കാണുകയും അതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്യുന്നവൻ്റെ അടുത്ത് മാത്രമേ ഭാഗ്യവെത്തി ചരിത്രം. ഉറപ്പായിട്ടും.